നിന്നെ ഇങ്ങനെ താൻ തോന്നിയായിട്ട് വിട്ടാൽ അപകടമാ. അമ്മേ, ഇവളെ ഇനി പുറത്തേക്ക് വിടാൻ പാടില്ല. ഞാൻ കൊള്ളാവുന്ന ഒരുത്തിനെ സ്നേഹിക്കുന്നതിന് ചേച്ചിക്കെന്ന് എത്ര കണ്ണുപിടി? അവനുമായുള്ള ബന്ധം ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഇക്കാര്യത്തിൽ നിങ്ങളുടെ ഇഷ്ടം നോക്കുന്ന എന്തിനാ? സ്നേഹിക്കുന്ന എന്റെ സ്വന്തം കാര്യമില്ലേ? സ്വന്തം കാര്യമോ? എടി, എനിക്ക് സ്നേഹിക്കാനും ഓടിപ്പോകാനും ആളില്ലാഞ്ഞിട്ടല്ല, നിന്നെ പഠിപ്പിച്ച് ഒരു നല്ല നിലയിൽ എത്തിക്കണമെന്ന് കരുതിയിട്ടാണ്. ഞാൻ ആവശ്യപ്പെട്ടോ എന്നെ പഠിപ്പിക്കാൻ? എടി, നിന്റെ സംസാരം കുറെ കൂടിപ്പോന്നുണ്ട്. ഇവിടെ നിന്റെ മൂത്തതാ. ഈ കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും വഹിക്കുന്ന എവിടെ അഭിപ്രായം നോക്കേണ്ടി വരും. എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ച് വെച്ചിരിക്കുന്ന കാര്യം. പ്രതാപനെ ഞാൻ കല്യാണം കഴിച്ചാൽ അത് നടക്കില്ല, അല്ലേ? എന്താണ് നീ പറഞ്ഞത്? അത് തന്നെ, പ്രതാപന്റെ അച്ഛനെ കൊണ്ട് ചേച്ചിയെ കല്യാണം കഴിപ്പിക്കാൻ. എടീ, നീ അത്രയ്ക്കൊക്കെ പറയാറായോ? നിന്റെ നാളെ ഞാൻ പിടിച്ചെടുക്കും. അടിച്ചാലും കൊന്നാലും ശരി. നശിച്ചവളെ ഞാൻ പോയിക്കോളാം. എന്നെ കൊണ്ട് ആരും വിഷമിക്കണ്ട. ചക്കര കിട്ടാ എന്റെ പൊന്നു മക്കളെ, കളിക്കും മക്കളെ. ആ നല്ല കുട്ടി. കുറച്ചുകൂടി കഴിക്കും മോനെ, മമ്മി കരയും. ആ കണ്ടിട്ട് വന്ന പന്തിയല്ലെന്ന് തോന്നുന്നു. ചികിത്സിക്കാൻ കൊണ്ടുവന്നായിരിക്കും. അയ്യോ, ഭ്രാന്ത് ചികിത്സിക്കുന്ന ഡോക്ടർ. അന്നോ ഇവനെന്താ കഥകളുദ്രയാണല്ലോ കാണിക്കുന്നത്? ഇവന് ഏതോ ഉപദ്രവമുണ്ട്. അദ്ദേഹം ഉണ്ടോ? ദേ, ഒരെണ്ണത്തിനെ കൂടെ കൊണ്ടുവന്നിരിക്കുന്നു. എന്താ പോകാനാ പറഞ്ഞു? ഉള്ളെന്നാ തോന്നുന്നു. അല്ലോ, ഇത് ആള് ഉപദ്രവമുള്ള സൈസാണെന്ന് തോന്നുന്നു. സംസാരിച്ചു തരാം കേട്ടോ. എന്റെ മോനെ നല്ല ഉന്നുണ്ട്. ശരിയാ, നല്ല ഉന്നുണ്ട്. ആ പാത്രത്തിരിക്കുന്നിടത്ത് എറി. വീട്ടിൽ വരുന്നോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഭ്രാന്താണ്, മൂന്നിനും വട്ട. കണ്ടില്ലേ? സാരമില്ല, അവരറിയാതെ വന്നതല്ലേ. ആണല്ലേ? അയ്യോ, അപ്പൊ അവർക്ക് കാപ്പി കൊടുക്കണ്ടേ? കാപ്പി തരാം കേട്ടോ. അന്ന മോനെ, ചേട്ടാ ചേട്ടാ, ഒരു മുട്ടയുള്ള അതുകൂടെ അങ്ങ് എറിഞ്ഞോട്ടെ. ക്ഷമിക്കണം, അവൾക്ക് അല്പം ഒരു ഡോക്ടറെ ഒന്ന് കാണാൻ വന്നാ. അങ്ങോട്ടിരിക്കാമല്ലോ. ഞങ്ങളിവിടെ നിന്നോളാം. അതെ, ഇരിക്കൂ. എന്താ വിശേഷിച്ച്? ഇവരെ കണ്ടില്ലേ? ദിവസം ചെല്ലുന്തോറും മെലിഞ്ഞു വരുന്നു. പണ്ട് ആന പോലിരുന്ന എന്റെ ഭാര്യയ്ക്കാണ് ഇപ്പൊ എന്റെ കണ്ടേ കൂടെ. സോറി, ഞാൻ അങ്ങനത്തെ ഡോക്ടറല്ല. വാതൊക്കെ ബോർഡ് ഇരിപ്പുണ്ടല്ലോ. എനിക്ക് സയൻസിൽ ഡോക്ടറേറ്റ് ഉണ്ട്. അയ്യോ, അങ്ങനെയും ഡോക്ടർമാരുണ്ടോ? ക്ഷമിക്കണം സാർ, വേറെ ഡോക്ടർമാരാര്? കുറച്ച് വടക്കൂട്ട് പോയാൽ മതി. അത് മൃഗഡോക്ടറല്ലേ? അതിന് തൊട്ടടുത്ത്. എന്നാ ഞങ്ങൾ വരട്ടെ. ഇവനെ മൃഗഡോക്ടറെ കാണിച്ചാലും മതി. അതെ, നടക്ക്. കിട്ടിയില്ലായിരുന്നില്ല. പിടിച്ച ഓടി പോകും. അപ്പോ പുതിയ DIG എന്നോട് മത്സരിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? ഇതൊരു മത്സരമായി കാണണ്ട, വഴി ഞാനുണ്ടാക്കിക്കോളാം. ഇവിടെ ഇന്റർവ്യൂവിന് വന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിന് എന്റെ ജീവനക്കാരനെ അറസ്റ്റ് ചെയ്ത് എന്നോട് പകവെട്ടി. ഇപ്പോ ചേരിയിലെ ഒരു തേവിടിശ്ശിയുടെ അനിയത്തിയെ കാണാതായതിന്
എന്റെ ആളെ കസ്റ്റഡിയിലെടുത്ത് എന്നെ ആക്ഷേപിച്ചിരിക്കുകയാണ്. ശവത്തിനരിയിൽ വാസുവിന്റെ കർച്ചീഫ് കണ്ടു. പിന്നെ ചേരി നിവാസികളെ സമാധാനിപ്പിക്കാൻ വേണ്ടി അയാൾ അറസ്റ്റ് ചെയ്യുന്നത് മാത്രം. അപ്പോ ഞാൻ ഇറങ്ങുന്നു. എന്താ ആകെ കുഴപ്പമായി. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഏൽപ്പിച്ചു കൊടുത്ത സ്കൂൾ കെട്ടിടം തകർന്നു വീണു. കുറെ കുട്ടികൾ മരിച്ചു, പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഏതായാലും താൻ കുറച്ച് ദിവസത്തേക്ക് പുറത്തിറങ്ങണ്ട. കാര്യങ്ങൾ എങ്ങനെ വരുമെന്ന് നോക്കട്ടെ. ആശുപത്രി മുഴുവൻ കുട്ടികളാണ്, ആകെ കുഴപ്പമാകും. അതിന് താൻ എന്തിനെങ്കിലും വിപ്ലവം കാണിക്കുന്നത്? ലക്ഷങ്ങൾ എറിഞ്ഞ് നേതാക്കന്മാരെ കൂടെ നിർത്തിയിരിക്കുന്നത് ഇത്തരം സന്ദർഭങ്ങൾ സഹായിക്കാൻ വേണ്ടിയാണ്. ഹലോ, എനിക്ക് മിസ് മാത്യൂസിനെ ഒന്ന് കാണണം. എന്തിന്? സ്കൂൾ കെട്ടിടം തകർന്നു വീണ് കുറെ കുട്ടികൾ മരിച്ച കാര്യം മിസ്റ്റർ നായർ അറിഞ്ഞിരിക്കുമല്ലോ. മാത്യൂസ് അല്ലേ അതിന്റെ കോൺട്രാക്ടർ? ഇതാ മാത്യൂസിന് വേണ്ടി കോടതി നൽകിയ മുൻകൂർ ജാമ്യം. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല സർ. ശരി. ഇന്ന് വരെ ആരുടെ മുമ്പിൽ തോറ്റുകൊടുത്ത പാരമ്പര്യം എനിക്കില്ല. തോൽവിയുടെയും ജയത്തിന്റെയും പ്രശ്നമല്ലത്. ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ എനിക്ക് ജനങ്ങളോട് ചില കടപ്പാടുകളുണ്ട്. അതെനിക്ക് മറക്കാനൊക്കില്ല. പലതും നേടാനുള്ള ഈ ജീവിതം ചെറുപ്പത്തിന്റെ ബുദ്ധിമോശം കൊണ്ട് പാഴാക്കി കളയരുത്. മിസ്റ്റർ നായർ, ഈ കാക്കിയുടുപ്പിന്റെയും തൊപ്പിയുടെയും മാന്യത കാത്തു സൂക്ഷിക്കാൻ എനിക്കറിയാം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലരും തൊപ്പി ഊരി വെച്ച് വീട്ടിൽ പോയിരുന്നിട്ടുണ്ട്. അങ്ങനെ പോകേണ്ടി വന്നാൽ കുറ്റവാളികളുടെ കൈക്ക് വിലങ്ങ് വെച്ചിട്ടേ ഞാൻ പോകും. കാണാം. ഇനി കാണുന്നത് കാണേണ്ട രീതിയിൽ തന്നെ ആയിരിക്കും. ബൈ. മാത്യു, മന്ത്രിയുടെ വീഡിയോ ഫോണിൽ കിട്ടുമോ നോക്ക്. ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറ. ഓക്കെ സർ. അപർണയുടെ നില ഇതേ രീതിയിൽ തുടർന്നാൽ ഞാൻ തകർന്നു പോകും ഡോക്ടർ. മിസ്റ്റർ പ്രകാശ്, അല്പം കൂടി മനധൈര്യം കാണിക്കൂ. മകന്റെ പെട്ടെന്നുള്ള വേർപാടുണ്ടാക്കിയ ഷോക്കാണ് അപർണയുടെ മനസ്സിന്റെ സമനില തെറ്റിച്ചത്. അവൾക്കിതിൽ നിന്നും ഒരു മോചനം ഉണ്ടാവില്ലേ ഡോക്ടർ? കുറച്ച് സമയമെടുക്കും മിസ്റ്റർ പ്രകാശ്. മകനെ മാത്രം ഓർത്തുകൊണ്ടിരിക്കുന്ന അവർക്ക് കാണുന്നത് എന്തും മകനാണെന്ന് തോന്നും. അതിനെ വാത്സല്യപൂർവ്വം താലോലിക്കും, ശുശ്രൂഷിക്കും. അവരുടെ ചേഷ്ടകൾക്കൊന്നും നിങ്ങൾ തടസ്സം നിൽക്കരുത്. നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ കൂടി കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ടതെല്ലാം ചെയ്യാം. സമാധാനമായിട്ട് പോകും പ്രകാശ്. ശരി ഡോക്ടർ. ഓക്കെ. കരയിലേക്കണ്ണാ, അമ്മ ഇപ്പൊ പൊട്ട് വിട്ട് തരാം കേട്ടോ. ആ, നല്ല പൊട്ട് വിട്ട് തരാം, മൈ എഴുതി തരാം, പിരി എഴുതി തരാം. അനങ്ങല്ലേ, അനങ്ങരുത് കേട്ടോ, അനങ്ങരുത് കേട്ടോ. ആ യോ പൗഡർ അടിച്ചു തരാം, കരയല്ലേ.
ഇല്ല കേട്ടോ. നിക്ക് നിക്ക് നിക്കേ. അയ്യോ, ആരുടെയും കണ്ണു നാക്ക എന്റെ കണ്ണിന് കൊള്ളല്ലേ. ഇപ്പൊ കുറച്ചുകൂടി പൗഡർ ഇട്ടുതരാ. കണ്ണടിച്ചു ഉറങ്ങിക്കോ, അമ്മ പാട്ട് പാടിത്തരാം കേട്ടോ. ബാബു ബാബു. അയ്യോ അയ്യോ, ഇല്ല കേട്ടോ. ഉറങ്ങിക്കോ ഉറങ്ങിക്കോ. നല്ല ഭംഗിയായിരിക്കണം കേട്ടോ. ചേച്ചിയമ്മ ഒന്ന് താഴെ കാത്തിരിക്കുന്നു. ഇരിക്കണ്ട, പൊക്കണം പറ. ആ ഇത് കണ്ടില്ലേ, ഞാനിപ്പോ എല്ലാം മറിച്ചു കൊടുത്താണ്. എല്ലാം പാഴാക്കി കളഞ്ഞു. നീ ആരാണ് നീ? ഇരിക്കാനാ പറഞ്ഞത്. ആ എന്നെ വിളിക്കാം. കണ്ണിനെ കൊണ്ടുപോവോ ഇനി? കാപ്പി കൊണ്ടുവരട്ടെ. ഇനി ഞാൻ പൊക്കോട്ടെ. ചേച്ചി വന്നിട്ട് വളരെ നേരമായോ? ഇങ്ങനെ ചുട്ടി കുത്തി നടക്കാൻ പ്രകാശന് നാണമില്ലേ? എന്താ ചേച്ചി ചേട്ടൻ വരാതിരുന്നത്? കുഞ്ഞുങ്ങളെ കൂടി കൊണ്ടുവരാമായിരുന്നില്ലേ? ഇനിയിപ്പോ കുട്ടികളെ കൊണ്ടുവരാത്ത കുഴപ്പമേ ഉള്ളൂ. അവരോട് വന്നാൽ അവരുടെ അവരോട് എങ്ങനെയാ പെരുമാറുന്നതെന്ന് ദൈവത്തിന് മാത്രമല്ലേ അറിയൂ. വിധി എന്നല്ലാതെ എന്തു പറയാനാ? വിധിയെ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. മനുഷ്യൻ വിചാരിച്ചാൽ മാറ്റാൻ കഴിയാത്ത വിധിയുണ്ടോ? ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എത്ര തവണ പറഞ്ഞു വേറൊരു വിവാഹം കഴിക്കാൻ? അപർണയുടെ മുമ്പിൽ ഞാൻ വേറൊരു സ്ത്രീയോടൊപ്പം ജീവിക്കാൻ ചേച്ചിക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയുന്നു? ഞാൻ ഓർക്കുന്നത് നിന്നെ പറ്റിയാണ്, ഇനിയുള്ള നിന്റെ ജീവിതത്തെ പറ്റി. ഈ കുടുംബം നിലനിൽക്കണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല. ചേച്ചി പറയുന്നത് എനിക്ക് മറ്റൊരുത്തിൽ ജനിക്കുന്ന കുഞ്ഞിലൂടെ ഈ കുടുംബം നിലനിൽക്കണമെന്ന് അല്ലേ? അതെ. അങ്ങനെ കുടുംബം നിലനിർത്താൻ എനിക്ക് ആഗ്രഹമില്ല. ഈ തറവാട് നിലനിന്നാലേ എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും ഇവിടെ കയറി വരാൻ കഴിയൂ. ഞാൻ നിസ്സഹായനാണ് ചേച്ചി. എന്റെ കുഞ്ഞിന്റെ മരണമുണ്ടാക്കിയ ഷോക്കാണ് അവളെ ഈ നിലയിലെത്തിച്ചത്. കണ്ണിന് ഓർമ്മ വരുമ്പോ കാണുന്നതെല്ലാം അവൾക്ക് അവനാണെന്ന് തോന്നുന്നു. കുഞ്ഞിനെ പോലെ അവൾ താലോലിക്കും. അതിനെല്ലാം നിന്നുകൊടുത്ത് സ്വന്തം ജീവിതം നശിപ്പിക്കരുത്. ചേച്ചി ഒരു സ്ത്രീയല്ലേ? ചേച്ചിക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയുന്നു? അവൾക്ക് സുബോധം വരുമ്പോ അവളുടെ അരികിൽ ഞാനില്ലെങ്കിൽ അവളുടെ സ്ഥിതി എന്തായിരിക്കുമെന്ന് ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കൂ. എനിക്കതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഈ ഭ്രാന്തി അവളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയിട്ട് ഈ വേറെ വിവാഹം കഴിക്കാൻ തയ്യാറാണോ? ചേച്ചി അവനെ എങ്ങനെ വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. അവൾ കാട്ടുന്ന കോപ്രായങ്ങൾ കണ്ടാൽ പിന്നെ എന്തോന്നാ വിളിക്കുക? പറയുന്നതനുസരിക്കാൻ തയ്യാറില്ലെങ്കിൽ ഇങ്ങനെ ഒരു സഹോദരി ഉണ്ടെന്ന് നീ വിചാരിക്കണ്ട. കണ്ണാ കണ്ണാ വാ കണ്ണാ വാ കണ്ണാ. കണ്ണന് കാപ്പി കുടിക്കണ്ടേ? അമ്മയ്ക്ക് വിശക്കുന്നു. എനിക്കും വിശക്കുന്നു. വാ കാപ്പി കുടി. വാ നമുക്ക് കഴിക്കാം.